വെല്ലുവിളിക്കപ്പെടാം. പക്ഷേ ഒരിക്കലും ഒറ്റതിരിഞ്ഞ് മാറിപ്പോകരുത്. നമ്മുടെ ജീവിതത്തിൽ തോമസ് എന്ന അപ്പോസ്തലൻ നൽകുന്ന ഒരു വലിയ സന്ദേശമാണിത്. പലവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടാകും. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിലും നമുക്ക് ഉള്ള സ്ഥിരത വിട്ടുപോകാതിരിക്കാൻ നമുക്ക് കഴിയണം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പേരിട്ട ദിവസം മുതൽ നോക്കിയാൽ നമുക്ക് ഈ ഒരു പ്രകൃതം കാണാൻ പറ്റും. ഈ തോമസ് അല്ലെങ്കിൽ ദിദിമോസ് എന്ന് വിളിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം ട്വിൻ അല്ലെങ്കിൽ ഇരട്ട എന്ന അർത്ഥത്തിലാണ്. ഒരാൾക്കൊരു പേരിടുന്നതിന് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മാനദണ്ഡങ്ങൾ അങ്ങനെ വലിയ ശക്തമല്ലെങ്കിലും യഹൂദ പശ്ചാത്തലത്തിൽ അവരുടെ ജീവിതവും സാഹചര്യങ്ങളും പശ്ചാത്തലത്തിനും ഒക്കെ ചില റോളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ബൈബിളിൽ നോക്കുകയാണെങ്കിൽ അബ്രഹാമിന് വന്ന പേരാകട്ടെ, ആദമിന് വന്ന പേരാകട്ടെ, അല്ലെങ്കിൽ മോസസിന് വന്ന പേരാകട്ടെ, ഇതിൻ്റെയൊക്കെ പിമ്പിൽ അവരുടെ ജീവിതവുമായി ചില അർത്ഥങ്ങളുണ്ട്. ഈ അർത്ഥം പോലെ തന്നെ ദിദിമോസ് എന്ന പേരുള്ള ഈ ഒരു തോമസിന് ഒരു ഇരട്ട സ്വഭാവക്കാരനായതുകൊണ്ട് തന്നെ ഡൗട്ടിങ് തോമസ് എന്ന് തന്നെയാണ് അദ്ദേഹത്തെ ചരിത്രത്തിലും ഇന്നും ഒക്കെ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതം ചില നേരത്ത് സംശയങ്ങളുടെ പേരിൽ, ചിന്താഗതികളുടെ പേരിൽ അദ്ദേഹം മാറി മറിഞ്ഞു പോകുന്ന ഒരു പ്രകൃതം അദ്ദേഹം കാണിക്കാറുണ്ട്. നമുക്കും ഉള്ളൊരു പ്രകൃതമല്ലേ, ചില നേരത്തെങ്കിലും ചില കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത വിധം നമ്മൾ ചിന്തകളിലും നിലപാടിലും ഒക്കെ മാറിപ്പോകുന്ന അവസ്ഥ. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെന്നത് പരിശോധിച്ചാൽ നമുക്ക് ഒരുപാട് ദിവ്യമായ ആത്മീയ സത്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ആദ്യം പറയട്ടെ, ഒരാൾ ഇമോഷണലി എക്സ്പ്രസ് ചെയ്യുന്നത്, വൈകാരികമായിട്ട് തുറന്ന് പറയുന്നത്, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബലഹീനതയല്ല. എപ്പോൾ വരെ എന്നറിയാമോ? അതൊരിക്കലും അവരുടെ ബന്ധങ്ങളെ നശിപ്പിക്കുന്നില്ലാത്രത്തോളം കാലം അതൊരു ബലഹീനതയല്ല. ഇദ്ദേഹത്തിന് ജീവിതത്തിൽ പലവിധ സംശയങ്ങളുമായിട്ട് മല്ലുപിടിക്കേണ്ടി വന്നിട്ടുണ്ട്. പല ചോദ്യങ്ങൾ അദ്ദേഹത്തെ ആ കൂട്ടത്തിൽ നിന്ന് ഒറ്റ തിരിഞ്ഞ് നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ നടുവിലും അവസാനം അദ്ദേഹം ചെന്നെത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു തലത്തിലാണ്. യേശുവിനെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് വിളിക്കുന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹം എത്തിയ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആ 3 സുവിശേഷങ്ങളിലും ഈ തോമസ് എന്ന് പറയുന്ന അപ്പോസ്തലനെ നമുക്ക് കാണാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ശിഷ്യൻ എന്നതിനപ്പുറത്ത് ഒരു പ്രത്യേകതയില്ലാത്തൊരു മനുഷ്യനാണ്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലെത്തുമ്പോൾ അതിൻ്റെ 10-ാം അധ്യായത്തിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ ഈ തോമസിനെ ഒരു പ്രത്യേക ഒരു പ്രകൃതക്കാരനായ, ഒരു ധീരനായ മനുഷ്യനായിട്ടാണ് ഈ യോഹന്നാൻ എന്ന എഴുത്തുകാരനെ കാണിച്ചു തരുന്നത്. അദ്ദേഹം ഒരു 11-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങളിൽ നോക്കുമ്പോൾ എല്ലാവരും ഉയർത്തെഴുന്നേറ്റ ലാസറിനെ കാണാനായിട്ട് പോകാം എന്ന് പറയുമ്പം കർത്താവ് അങ്ങനെ എല്ലാവരെയും ആവേശത്തോടെ ആഹ്വാനം ചെയ്യുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നമുക്കും അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം എന്ന് പറയുന്നൊരു തോമസിനെ കാണുന്നത്. ചിലരൊക്കെ നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ ഈ വലിയൊരു ചലഞ്ചാണ്. അവിടെ ചെന്നാൽ ആൾക്കാർ നമ്മളെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന, അവിടെ കൂടിയിരിക്കുന്ന ഒരു പക്ഷേ നമ്മളെ തകർക്കുന്ന അനുഭവങ്ങളുണ്ടാകാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ചലഞ്ചാണ്. ഇതിനി മുന്നോട്ട് പോയാൽ എന്തായിത്തീരും? പലരും പേടിച്ചാണ് നിൽക്കുന്നത്. ജീവിതത്തിലെ യഥാർത്ഥ വെല്ലുവിളിയാണ് ജീവൻ്റെ മേലുണ്ടാകുന്ന വെല്ലുവിളി. എന്നാൽ ആ നേരത്ത് ആ മനുഷ്യന് ഒരു ഉറച്ച് ആ ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു തോമസിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ചലഞ്ച് അതുകൊണ്ട് തന്നെ പറയുന്നു, ഒരു സോഷ്യൽ ചലഞ്ചായിരുന്നു, സമൂഹം വെച്ച് നീട്ടിയ ഒരു ചലഞ്ചായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം മുമ്പാകെ നിൽക്കുമ്പോൾ സാമൂഹികമായ പ്രയാസങ്ങൾ, ചുറ്റുപാടിൻ്റെ പരിഹാസങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മളെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ തോമസിൻ്റെ ജീവിതം നമ്മളെ ഓർപ്പിക്കുകയാണ്, നാമും അവൻ്റെ കൂടെ പോകാം. അവൻ്റെ കൂടെ ധൈര്യമായിട്ട് പോകുവാൻ ദൈവം നമ്മളോടൊക്കെ ആവശ്യപ്പെടുകയാണ്. ഏത് പ്രതിസന്ധി നടുവിലും തമ്പുരാനോടൊപ്പമാണ് നടക്കുന്നതെങ്കിൽ നിന്റെ വഴി അവൻ കരുതിക്കൊള്ളുമെന്ന് നമ്മളോട് ദൈവം ഉറച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുക. രണ്ടാമത് തോമസിൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വരുമ്പോൾ കാണാൻ പറ്റും. ഇവിടെ ഒരു ഫിലോസഫിക്കൽ ചലഞ്ച് നമുക്ക് തോന്നാൻ പറ്റും. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞത്. നമുക്ക് പള്ളിയിൽ അച്ഛൻ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ സാധനം എന്ന് പറയും നമ്മൾ തലയാട്ടി കേട്ടിരിക്കുന്ന ഒരു പ്രകൃതക്കാരാണെങ്കിൽ തോമസ് അങ്ങനല്ലായിരുന്നു. ചിലതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന, ചിന്തിക്കുന്നൊരിതാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നമ്മൾ ക്രിട്ടിക്കലായിട്ട് ചിലതിനെ ചിന്തിക്കുന്നത്
അത് നമ്മളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന തലത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് നല്ല വഴിക്കാണ്. നമ്മുടെ ബന്ധങ്ങളെ നശിപ്പിക്കാതെ ചിന്തിക്കാനുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്കിവിടെ വേണ്ടത്. ഇവിടെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ബാക്കി 11 പേരും മിണ്ടാതിരുന്ന് പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾക്കെല്ലാം അറിയാം. എന്നാൽ തോമസിൻ്റെ ചോദ്യം ഇതായിരുന്നു, കർത്താവെ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. ജീവിതത്തിലെ ചില പ്രയാസങ്ങളെ തുറന്നു ചോദിക്കുന്നൊരു മനുഷ്യനാണ്. ഞങ്ങൾക്കറിയത്തില്ല കർത്താവ് നീ എവിടെ പോകുന്നത്, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്? ജീവിതത്തിൽ നമുക്ക് ഈ ചോദ്യങ്ങളെ ചോദിക്കുന്നിടത്ത് ക്രിട്ടിക്കലായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ കൂട്ടത്തിൽ വ്യത്യസ്തനായിപ്പോയി എല്ലാവർക്കും ഒന്ന് തോന്നാം. പക്ഷെ ഒരിക്കലും തോമസിനെ നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് മാറി നിൽക്കുന്നൊരു തോമസിനെയല്ലേ കാണുന്നത്. ഇത് പറഞ്ഞിട്ടും അവൻ അവരുടെ കൂടെ തന്നെ നടക്കുക. നമുക്കുള്ള പ്രശ്നം എന്ന് പറയാം, നമ്മൾ പറഞ്ഞിട്ട് ഒറ്റ തിരിഞ്ഞിരിക്കും അല്ലേ, വെളി മാറിയിരുന്ന് അവരെ പറ്റി സംസാരിക്കും, അവരോട് മിണ്ടാനും ഇണങ്ങാനും നമുക്കൊരു മനസ്സില്ലാതെ മാറുന്നുണ്ട്. അവിടെ തോമസിൻ്റെ കൂടാണ് നമ്മളൊന്ന് പറയരുത്. തോമസ് എന്ന് പറയുന്ന വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ശിഷ്യൻ അവൻ്റെ സംശയങ്ങളോടൊപ്പം തന്നെ കർത്താവിൻ്റെയും അവൻ്റെ കൂട്ടരുടെയും കൂടെ നടന്നവനാണ്. ഇന്ന് നമ്മളെയൊക്കെ ആവശ്യം നമ്മുടെ സംശയങ്ങളോട് ചിലപ്പം കർത്താവിനോടൊപ്പം നടക്കാനാണ്, കൂടെ നടക്കാനാണ്. ഇനി തോമസിൻ്റെ മൂന്നാമത്തെ ചലഞ്ച് കാണാൻ പറ്റുന്നത് യോഹന്നാന്റെ സുവിശേഷം മുന്നോട്ട് നമ്മൾ പഠിക്കുമ്പോൾ 20-ാമത്തെ അധ്യായത്തിലാണ്. ഇവിടെ വരുമ്പോഴത്തേന് 20-ാം അധ്യായത്തിൽ വരുമ്പോൾ കർത്താവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞ് എല്ലാവരും പേടിച്ചിരിക്കുന്ന ഒരു ദിവസങ്ങളാണ്. ഇന്ന് ഒരു ദിവസം കർത്താവ് ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷനായി. അന്ന് ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും കർത്താവിനെ കണ്ടു. നിർഭാഗ്യവശാൽ അത് നമ്മുടെ തോമസ് ആയിരുന്നു. പക്ഷെ തോമസ് വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു എല്ലാവരോടും, ഞാൻ കർത്താവിനെ കണ്ടു എന്ന് നിങ്ങൾ പറയുന്നതല്ല, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുതിൽ കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടില്ല, അത് വിശ്വസിക്കുകയില്ല എന്നവരോട് പറഞ്ഞു. എത്ര ഭയങ്കരമായ വാക്കുകളല്ലേ. നിങ്ങൾ പറഞ്ഞൊക്കെ കൊള്ളാം, പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല. പിന്നെയും തോമസിൻ്റെ ഒരു ചലഞ്ചാണ്. ആ ചലഞ്ച് ശരിക്കും അവൻ്റെ ചുറ്റുപാടിൻ്റെ ചലഞ്ചോ അവന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലാത്ത ഫിലോസഫിക്കൽ ചലഞ്ചോ ഒന്നുമല്ല. അവൻ്റെ ആത്മീയമായ ഒരു വലിയ വിഷയമാണ്, അവൻ്റെ ഒരു എക്സ്പീരിയൻഷ്യൽ വിഷയമാണ്. എനിക്ക് അനുഭവമില്ലാത്തതിന് ഞാൻ എങ്ങനെ ഉൾക്കൊള്ളൂ എന്ന് ചോദിക്കുക. ഇനി നമ്മൾ കാണേണ്ടതാണ് തോമസിൻ്റെ ജീവിതത്തിൻ്റെ മാതൃക. ഇത് പറഞ്ഞിട്ട് ഞാൻ മാറി എല്ലാവരുടെയും കൂടെ പഴി പറഞ്ഞ് പോയ തോമസ് അല്ല. തോമസ് അവിടെ തന്നെ പിന്നെ നിൽക്കുക, അവരുടെ കൂടെ നിൽക്കുക, 8 ദിവസം നിൽക്കുക. 8 ദിവസം നിന്നാൽ മതി, കർത്താവ് മറുപടി പറയുമെന്ന് പറഞ്ഞിട്ടല്ല. അഗെയിൻ ഹി കുഡ് ബി വിത്ത് ദറ്റ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിനോട് പിന്നെ നിൽക്കാൻ കഴിയുക സംശയങ്ങളോടെ. അതേസമയം തന്നെ നമുക്ക് ഉറപ്പില്ലാത്ത പ്രയാസങ്ങളുടെ നടുവിലും ദൈവം കാണിച്ചെന്ന വഴിയിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നത് ഒരു ക്രൈസ്തവൻ്റെ നല്ല മാതൃകയാണ്. ഇവിടെ ഈ തോമസിൻ്റെ ജീവിതം പറയുന്നത് ഡൗട്ട് അല്ലെങ്കിൽ സംശയം എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വാസത്തിൻ്റെ എതിരെന്ന് പറഞ്ഞൊരു കാര്യമല്ല. ചോദിക്കണം, ദൈവത്തോട് ചോദിക്കണം. ദൈവത്തിൽ നിന്ന് മാറി നടന്നല്ല ചോദിക്കേണ്ടത്, ദൈവത്തിൻ്റെ കൂടെ നിന്ന് നീ ചോദിക്കുക, നിനക്ക് മറുപടി കിട്ടും. ജീവിതത്തിൽ തോമസിൻ്റെ ജീവിതം നമുക്കിന്ന് കാണിച്ചിരുന്ന ഒരു ഒറ്റ വാക്കി പറഞ്ഞാൽ ഇതാണ്, ചലഞ്ചഡ് ബട്ട് കമ്മിറ്റഡ് എന്ന് പറയാം. വെല്ലുവിളിക്കപ്പെട്ട സാഹചര്യമാണ്, പക്ഷേ അവൻ ഉറച്ചു നിന്നു. ഈ ഉറപ്പിൻ്റെ അനുഭവമാണ് ഈ മനുഷ്യൻ അവസാനം കർത്താവിൻ്റെ മുറിവിനും കർത്താവിൻ്റെ തിരുഹൃദയത്തിനും അടുത്ത് വരുമ്പോൾ ആ മനുഷ്യൻ ഉറച്ചു പറയുക, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ. അത് പറയാൻ അദ്ദേഹം കുറേ കാലങ്ങളെടുത്തു, കുറേ ചലഞ്ചിലൂടെ കടന്നുപോയി. പക്ഷേ ആ പറഞ്ഞത് ലോകത്തിൽ കർത്താവിനെ ഏറ്റവും അടുത്തറിഞ്ഞ ഒരാളുടെ ശക്തമായ ഒരു നിർവചനമായിട്ട് ഇന്നും കണക്കാക്കപ്പെടുന്നു. ജീവിതത്തിൽ വെല്ലുവിളിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വരാം, ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ലാത്ത ചില ചുറ്റുപാടുകളിലൊക്കെ കടന്നു പോകാം. പക്ഷേ വെയിറ്റ് ചെയ്യാനും അവരോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കാനും ഒപ്പം നിന്ന് കാത്തിരിക്കാനും ദൈവം നമ്മളെ വിളിക്കുന്നത് ചിലപ്പം കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ ഇടയിലായിരിക്കാം, ഒട്ടും സഹിക്കാൻ പറ്റത്തില്ലാത്ത ചില സഹപ്രവർത്തകരുടെ ഇടയിലായിരിക്കാം. ഒന്നും ഓർക്കുക, ദൈവമാണ് നിന്നെ അവിടെ ആക്കിയിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൂടെ നിനക്ക് ബലത്തോടെ വളരാനുള്ള വഴി തമ്പുരാൻ നിനക്ക് കാണിച്ചു തരും. വിശ്വാസത്തോടെ ദൈവാശ്രയത്തോടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന നല്ല സാക്ഷ്യങ്ങളായിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.